ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്ന് ബീഫ് ഇല്ലാതെ ഒരു ബീഫ് കറിയാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല ടേസ്റ്റി കറിയാണ്. ഇപ്പോൾ ചോറിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഈ കറി നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതിനായിട്ട് ഞാൻ ഒരു 5 കോഴിമുട്ട എടുത്ത് പുഴുങ്ങുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. താല്പര്യമുള്ളവർ മുട്ട കഴിക്കും എന്നുള്ളവർ മാത്രം എടുത്താൽ മതി അത്. പിന്നെ ചെറിയ സോയാ ബോൾ വലുതാകുമ്പോൾ കട്ട് ചെയ്ത് ഇടേണ്ടി വരും. ചെറുതാകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇടാൻ പറ്റും. ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 2-3 മണിക്കൂർ. അതൊന്ന് പിഴിഞ്ഞെടുത്ത് ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ മെഷർമെൻ്റ് എല്ലാം ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചതച്ചിട്ടു. 2 സവാള എടുത്തതിൽ കുറച്ച് ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 5 ഉള്ളിയോളം എടുത്തിട്ട് ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. കാരണം മസാലയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇതെല്ലാം ആഡ് ചെയ്യണത്. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 3 വിസിലിൽ ഒരു അല്പം ഉപ്പും ചേർത്ത് 3 വിസിലിൽ നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, സോയാബോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതുമല്ല നമുക്ക് ഹെൽത്തിയാണത്. നല്ല യൂസ്ഫുള്ളൊരു സംഭവമാണ് ഈ സോയാബോൾ. ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്, അതൊന്ന് വറുക്കുന്നു. ഇതിനകത്ത് കുറച്ച് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. വീണ്ടും ഇതിനകത്തുനിന്ന് 2-3 ഉള്ളിയും 2 വെളുത്തുള്ളിയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. എന്നിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന മെഷർമെൻറ്റിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും 2 ടൈപ്പ് മുളക് പൊടി, അതൊരു കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്, നോർമൽ ചില്ലിയും ചേർക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു പാനിൽ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചിയും ഗാർലിക്കും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ 2 സവാള അരിഞ്ഞതിൽ കുറച്ച് അതിനകത്തേക്ക് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സവാളയും ഉള്ളിയും 2 ഗ്രീൻ ചില്ലി ബാക്കിയുണ്ടായിരുന്നു, അതുകൂടി ഇതിനകത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഞാൻ ഇത്രയും ഷോർട്ടാക്കി എടുത്തത് പലർക്കും അസൗകര്യമാണ്. ലെങ്തി വീഡിയോ ആകുമ്പോൾ ഒരുപാട് കമൻസ് വന്നു, വീഡിയോയുടെ ലെങ്ത് ഒന്ന് കുറക്കാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന്. ഓക്കെ, അതനുസരിച്ചാണ് ഞാനത് ഫാസ്റ്റായിട്ട് പറയണതും ഷോർട്ടാക്കി എടുത്തതെന്ന്. ഇതിനകത്ത് കുറച്ച് പെപ്പർ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മാഗി ക്യൂബ്സാണ്. അതിനകത്തൊരു ക്യൂബാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇത് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ച കോക്കനട്ട് എല്ലാം ഒന്ന് ഒരു അരപ്പാക്കി എടുത്തു അടിച്ചിട്ട് അത് ഇതിനകത്തേക്ക് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇത് അരച്ചത് ഇതിനകത്തേക്ക് നമുക്ക് കൊട്ടാം. അതിനുശേഷം ഇത്തിരി ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബോളും പൊട്ടാറ്റോ കൂടി ഇതിനകത്തേക്ക് ഇട്ടു. ഒരു തക്കാളി സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ബീഫില്ലാത്ത വെജ് ബീഫ് കറി ആയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് അരപ്പെല്ലാം അങ്ങോട്ട് കുറുകി പിടിക്കും. ഇനി നമുക്ക് മുട്ട കഴിക്കണവരാണെങ്കിൽ മാത്രം ഈ മുട്ട കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. രണ്ട് മുട്ട അതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടു. ഇനി ലോ ഫ്ലെയിമിലിടാം ഇത്. ഇനി അതിന് ശേഷം നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. ഉള്ളി 2-3 ഉള്ളി എടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഓക്കെ, എന്നും പറയും പോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.